ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷവോമി 15 ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് മോർ ദാൻ എ മന്തായി. ലോഞ്ചിന് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നമുക്ക് ഈ ഡിവൈസ് നമ്മുടെ കയ്യിൽ വന്നായിരുന്നു. അപ്പോൾ ഷവോമി 15 എത്രത്തോളം നല്ലതാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിവൈസിന്റെ വില 64,999 രൂപയാണ്. എന്നാൽ കാർഡ് ഓഫറിലൂടെ നമുക്ക് ഒരു 60,000 റുപ്പീസിന് കിട്ടുന്നുള്ളതാണ്. അതും 12GB റാമും 512GB സ്റ്റോറേജ്, അതായത് ഒരേ ഒരു വേരിയന്റേ ഉള്ളൂ. ആ ഒരു വേരിയന്റ് ആണ് 59999 വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത നമുക്കറിയാലോ, ലൈക്ക ബ്രാൻഡഡ് 50 മെഗാ പിക്സൽ ക്യാമറ, അതേപോലെ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ്. 6.36 ഇഞ്ചസ് കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ്. അപ്പോൾ ഇത്രയൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ അൺബോക്സിംഗും ഡീറ്റെയിൽഡ് ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാവുന്നതാണ്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. അപ്പോൾ ഡിസൈനിന്റെ കാര്യം പറയുമ്പോൾ ഷവോമി 15 ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഷവോമി 14 ഡിസൈൻ ആയിട്ട് ഒരുപാടൊന്നും മാറിയിട്ടില്ല. അതേ ഡിസൈൻ തന്നെയാണ് ഷവോമി കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ആ ലേഔട്ടും ആ ക്യാമറ യൂണിറ്റും എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ ചില റിഫൈൻമെന്റ് വരുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എഡ്ജസ് കുറച്ചും കൂടെ കർവേച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ഹാൻഡ് ഫീൽ കുറച്ചും കൂടി നല്ല. അതേപോലെ ക്യാമറ യൂണിറ്റിനും ആ ഡെക്കോർ കുറച്ചും കൂടെ റിഫൈൻമെന്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ബാക്ക് പാനൽ ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, ഷവോമി 14 ഒരു ഗ്ലോസി ഫിനിഷ് ആയിരുന്നു. എനിക്ക് പൊതുവെ ഈ ഫിനിഷ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. ഇത് അത്ര ഒരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ഒന്നും അല്ല, കാരണം നല്ല രീതിയിൽ ഇത് ഡിസൈൻ ലാംഗ്വേജും ആ ഒരു ഫിനിഷും നല്ല മേർജ് ആയി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഡെക്കോറാണ് ക്യാമറ യൂണിറ്റിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് സ്ലൈറ്റ്ലി അബോ 8 mm ആണ് തിക്നെസ് വരുന്നത്. 191 ഗ്രാംസ് വെയിറ്റ് ഉള്ള, അപ്പോൾ നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അലുമിനിയം അലോയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ റിജിഡ് അലുമിനിയം അലോയാണ്. പിന്നെ ഷവോമിന്റെ ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത് ഷവോമിന്റെ തന്നെ കസ്റ്റം ഗ്ലാസ് ആണ്. അത് വളരെ ടഫ് ഗ്ലാസ് ആണെന്നാണ് ഷവോമിന്റെ അവകാശം. പിന്നെ ഈ ഫ്രണ്ടിലെ ബെസൽസ് വളരെ മിനിമലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഡിവൈസ് എടുത്തു നോക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുൾ ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ചിലർക്ക് കർവ് ഡിസ്പ്ലേ ഇഷ്ടമാണ്, ചിലർക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ആ ബെസൽസും വളരെ മിനിമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഇൻ ഹാൻഡ് ഫീലും നല്ലതാണ്. അപ്പോൾ ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ ടോപ്പ് നോച്ച് ആണ്. ഡിസൈൻ ഒരുപാടൊന്നും പുതുമ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 14 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ ഡിസൈൻ ആണ്. എന്നാൽ കുറച്ചും കൂടെ റിഫൈൻമെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും IP68 റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഫോൺസ് IP69 ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു IP68 ഇസ് മോർ ദാൻ ഇനഫ്. IP69 എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ജെറ്റും ഹോട്ട് വാട്ടറും ആണ്. അത് സാധാരണ നിലയ്ക്ക് ആവശ്യമില്ല, എന്നാൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് IP68 ഉള്ളൂ. അതായത് 30 മിനിറ്റ്സിൽ 1.5 മീറ്റർ ഡെപ്തിൽ വെള്ളത്തിനടിയിലാ പോയാലും കുഴപ്പം പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. സുപ്പീരിയർ ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെ പറയാം. ഗ്ലാസ് ആണെങ്കിലും ബാക്ക് ഗ്ലാസ് ആണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ല സ്ട്രോങ് ആൻഡ് റിജിഡ് പ്രൊട്ടക്ഷൻ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേ 6.36 ഇഞ്ചസ് ആണ്. വളരെ മിനിമൽ അല്ലെങ്കിൽ കോമ്പാക്ട് ഡിസ്പ്ലേ ആണ്. അതേപോലെ ബെസൽസ് ആണെങ്കിൽ വളരെ മിനിമൽ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേന്റെ കാര്യം പറഞ്ഞാൽ 1.5K ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതിനകത്ത് നമുക്ക് കിട്ടുന്നത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്. ഇത് എഗെയിൻ LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1 to 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. 3200 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ നല്ലതാണ്, അതിലൊന്നും ഒരു സംശയമില്ല. അതേപോലെ മീഡിയ കൺസെപ്ഷൻ ആണെങ്കിൽ HDR10 ഉണ്ട്, HDR10+ ഉണ്ട്. അതേപോലെ ട്രൂ കളർ മോഡ് ഉണ്ട്, പ്രോ HDR ഉണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്, ഒന്നും തന്നെ മിസ്സായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബ്രില്യൻ ഡിസ്പ്ലേ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. മൾട്ടിമീഡിയ ഒക്കെ കാണാൻ തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രൂ ഡിസ്പ്ലേ, അതായത് എല്ലാ അർത്ഥത്തിലും ഒരു മികച്ച ഡിസ്പ്ലേ എന്ന് ഈ പ്രൈസ് സെഗ്മെന്റിൽ പറയാവുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷനും ഷവോമിന്റെ ഷീൽഡ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഡിസൈനും ഡിസ്പ്ലേ കഴിഞ്ഞു. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഷോമിൻ്റെ ഹൈപ്പർ OS 2.0 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഇനി ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ സൈക്കിൾ പറയുകയാണെന്ന് വെച്ചാൽ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ആണ് വരുന്നത്. സെക്യൂരിറ്റി പാച്ചസിൻ്റെ കാര്യം പറയുമ്പോൾ ഷോമിൻ്റെ ഇപ്പോഴും ഒരു കോൺ എന്ന് പറയാവുന്ന, സോഫ്റ്റ്വെയറിൽ ഒരു കോൺ എന്ന് പറയാവുന്നത് അവർ മന്ത്ലി അപ്ഡേറ്റ് സൈക്കിൾ തരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2-3 മാസം കൂടുമ്പോഴേ അപ്ഡേറ്റ് സൈക്കിൾ വരുന്നുള്ളൂ. അതിപ്പോഴും ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷോമി സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ. മന്ത്ലി അപ്ഡേറ്റ് സൈക്കിളിലേക്ക് വരണം എന്നുള്ളതാണ്. ഞാൻ ഇത്തവണ കൂടെ ഫീഡ്ബാക്ക് പറഞ്ഞുള്ളൂ, മന്ത്ലി അപ്ഡേറ്റ് സൈക്കിൾ വരണം എന്നുള്ളത്. അത് ജനറലി നമ്മൾ റിവ്യൂസ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഷോമി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്, എന്നാൽ ഇതുവരെ അത് വന്നിട്ടില്ല. ഇൻഫാക്ട് ഷോമി അൾട്രയിലും ഇൻഫാക്ട് 1 lakh above ഡിവൈസ് ആണെങ്കിൽ പോലും മന്ത്ലി അപ്ഡേറ്റ് സൈക്കിൾ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇനി സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമ്പോൾ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ ലാഗോ ഇഷ്യൂസോ അങ്ങനെയൊന്നുമില്ല. നല്ല റെസ്പോൺസീവ് ആണ്. ഹാപ്റ്റിക്സ് ആണെങ്കിൽ വളരെ മികച്ച ഹാപ്റ്റിക്സ് ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ട്യൂക്സ് ഉണ്ട്. AI ഫീച്ചേഴ്സ് ഒരുപാട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിലൊന്നും തന്നെ എനിക്ക് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണെങ്കിലും എല്ലാത്തിലും തന്നെ ഷോമിയുടെ ഹൈപ്പർ OS വളരെ സ്മൂത്ത് ആണ്. ഇൻഫാക്ട് ട്രാൻസിഷൻസും അതെല്ലാം തന്നെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് ബഗ്സോ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. സ്നാപ്ഡ്രാഗൺ 8 Elite 12GB RAM, LPDDR5X RAM, UFS 4.0. അഗെയിൻ ടോപ്പ് ആൻഡ് ഹാർഡ്വെയർ ആണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Elite കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ പെർഫോമൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻഫാക്ട് ആൻറ്റിറ്റ്യൂഡ് സ്കോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അറൌണ്ട് 24 lakh, ഇൻഫാക്ട് 25 lakhന്റെ അടുത്ത് ഒരു ആൻറ്റിറ്റ്യൂഡ് സ്കോർ കിട്ടിയിട്ടുണ്ട്. അതും നല്ലൊരു സ്കോറാണ്. പിന്നെ UFS ആണെങ്കിലും 4.0 ഉണ്ട്. അപ്പോൾ കിടിലം എക്സ്പീരിയൻസ് ആണ്. AI പെർഫോമൻസും അടിപൊളിയാണ്. ഒരുപാട് AI ടൂൾസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതെല്ലാം തന്നെ സ്നാപ്ഡ്രാഗൺ 8 Elite ആയിട്ട് നല്ലൊരു സിങ്ക് ആണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല. എന്നാൽ ഗെയിമിംഗ് കളിക്കുമ്പോൾ ചെറിയ രീതിയിൽ ത്രോട്ട്ലിംഗ് ഉണ്ട്. ഇതിനകത്ത് വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കോമ്പാക്ട് ഫോം ഫാക്ടറുള്ള ഡിവൈസിനൊക്കെ തന്നെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഹീറ്റ് ഡിസിപ്പേഷൻ ഒരു പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് കുറച്ച് ഹീറ്റ് ആവേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ഹെവി ഗെയിമിങ്ങിൽ പോകുമ്പോൾ ചെറിയൊരു ത്രോട്ട്ലിംഗ് നമ്മൾ കാണാൻ സാധിച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ 2-3 തവണ അടുപ്പിച്ച് ബെഞ്ച് മാർക്ക് ടെസ്റ്റ് റൺ ചെയ്തപ്പോൾ അത് സ്റ്റോപ്പായി. കാരണം ഹീറ്റ് ഹയറാന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ആവുകയുണ്ടായി. അപ്പോൾ ആ ഒരു തെർമൽ കൺട്രോൾ ഉണ്ട്, തെർമൽ ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഉണ്ട്. അതൊരു പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ഗെയിമിംഗ് കളിക്കുന്നവർക്ക് ഒരു പ്രോബ്ലം ആയിരിക്കും. എന്നാൽ നോർമൽ യൂസേജിൽ അത് ഒട്ടും തന്നെ ഒരു പ്രോബ്ലം അല്ല. കാരണം നോർമൽ യൂസേജിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. എക്സ്ട്രീം ലോഡ് വരുമ്പോൾ വേപ്പർ ചേമ്പർ കൂളിംഗ് അത് കട്ട് ഓഫ് ചെയ്യുമ്പോൾ തെർമൽ ത്രോട്ട്ലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് ഹെവി ഗെയിമിംഗ് കളിക്കുന്ന ഒരാളാണെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നോർമൽ യൂസേജിൽ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആണ്. നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അതും നല്ല ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. അതിലൊന്നും തന്നെ കംപ്ലയിൻസ് ഒന്നുമില്ല. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഷോമി ഓഫർ ചെയ്യുന്നത്. വളരെ നല്ല മികച്ച സൗണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡ്യുവൽ സിം കാർഡും എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ ഒരു പരാതിയും പറയാനില്ല. ഇനി നമുക്ക് ക്യാമറാസിലോട്ട് പോകാം. ഒരു 50 മെഗാപിക്സൽ ക്യാമറയാണ് ഇത്. എന്താ പറയുക, ഷോമിൻ്റെ തന്നെ കസ്റ്റം സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസാണ്. പ്രൈമറി ക്യാമറ 50 മെഗാപിക്സലാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ സെക്കൻഡറി ഞാൻ നേരത്തെ പറഞ്ഞ ടെലിഫോട്ടോ ഫ്ലോട്ടിംഗ് ലെൻസാണ്. അതിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അൾട്രാവൈഡ് അനദർ 50 മെഗാപിക്സൽ ക്യാമറയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നല്ലൊരു മികച്ച ക്യാമറ എക്സ്പീരിയൻസ് ആണ്. ഇത് ലൈക്ക ട്യൂണിങ്ങോടുകൂടി വരുന്ന കാരണം ലൈക്കേൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നല്ല ലൈക്ക വൈബ്രന്റ് മോഡും ഉണ്ട്, ലൈക്ക ഒത്തന്റിക് മോഡും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് വളരെ ഷാർപ്പ് ഇമേജസ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ ഷാർപ്പ് ആൻഡ് ക്രിസ്പ് ഇമേജസ് ആണ്. ഡീറ്റെയിൽസ് ഒന്നും തന്നെ ലൂസ് ചെയ്യാത്ത രീതിയിലാണ് ഷാർപ്നെസ് ലെവൽസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ക്വാളിറ്റി, നല്ല HDR പെർഫോമൻസ്, നല്ല കളേഴ്സുമാണ് വരുന്നത്. അപ്പോൾ പ്രൈമറി ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിൽ പോലും നല്ല 2.6x ടെലിഫോട്ടോ ആണ്. ഇൻഫാക്ട് കഴിഞ്ഞ വർഷം 3 ആയിരുന്നു. ഇത്തവണ സെൻസർ സൈസ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ 2.6x സൂമാണ് വരുന്നത്. എന്നാലും അത്
നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, അതിലൊന്നും പരാതികളൊന്നുമില്ല. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽസ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് മാക്രോ മോഡ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ടെലിഫോട്ടോ ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ മാക്രോ മോഡ് ഉണ്ട്. അപ്പോൾ മാക്രോ മോഡിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും, നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി പോർട്രേറ്റ്സിലേക്ക് വരുമ്പോൾ ലൈക്ക പോർട്രേറ്റ്സ് ഉണ്ട്, അതേപോലെ മാസ്റ്റർ പോർട്രേറ്റ് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ അതിനകത്ത് കുറെ കോൺഫിഗറേഷൻ ഉണ്ട്. എന്നാൽ ലൈക്ക പോർട്രേറ്റ്സിൽ കോൺട്രാസ്റ്റ് അത്രയ്ക്ക് ഒരു മികച്ച രീതിയിൽ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക പോർട്രേറ്റ്സ് ഇടുകയാണെങ്കിൽ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ഇമേജും അത്രയ്ക്കൊരു മികച്ച ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയില്ല. എന്നാൽ ലൈക്ക എന്ന് മാറ്റിയിട്ട് മാസ്റ്റർ പോർട്രേറ്റ് സിസ്റ്റം കിട്ടുമ്പോൾ നമുക്ക് അടിപൊളി പോർട്രേറ്റ്സ് കിട്ടുന്നുണ്ട്. അതും നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ, ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത് ഉണ്ട്, 25 24, അതേപോലെ 75mm ഫോക്കൽ ലെങ്ത്, അങ്ങനെ ഒരുപാട് ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് പോർട്രേറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 35mm 60mm 75mm ഒക്കെ പോർട്രേറ്റ്സ് എടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ബ്ലർ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എങ്ങനെ വേണമെന്നുള്ള, ബൊക്ക എഫക്റ്റ് ഒക്കെ എങ്ങനെ വേണമെന്നുള്ളതിലും നല്ല കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസും വളരെ മികച്ചതായിട്ട് തോന്നി എനിക്ക്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും മികച്ച ഒരു ക്യാമറ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ഷാർപ്നെസ് ലെവൽസും ആ ഡീറ്റെയിൽസും എല്ലാം തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ സെൽഫിയിലേക്ക് പോകുമ്പോഴും നല്ലൊരു ക്വാളിറ്റിയാണ്. എന്നാൽ സെൽഫി ഇതിലെ ഏറ്റവും മികച്ച ഒരു സെൽഫി എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയില്ല. കാരണം എനിക്ക് തോന്നുന്നു സാംസങ് S25 ആണ് കുറച്ചും കൂടെ ബെറ്റർ സെൽഫി എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു സെൽഫി എക്സ്പീരിയൻസ് ആണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണ് 4K 60 FPS ഉണ്ട്, വളരെ നല്ല സ്റ്റേബിൾ ഫുട്ടേജ് ആണ്, ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതേപോലെ എല്ലാ ക്യാമറയിലും നമുക്ക് 4K എടുക്കാം, ഫ്രണ്ട് ക്യാമറയിലും 4K എടുക്കാം. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ സെൽഫി വീഡിയോ റെക്കോർഡിംഗും ഇതിലും ബെറ്ററായ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ഇതിലും നല്ലതാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവറോൾ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മികച്ച ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഷോമി 15 നൽകുന്നത്. വളരെ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ വളരെ അടിപൊളി എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ചെറിയ ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ലൈക്ക പോർട്രേറ്റ് സിസ്റ്റം ഒന്നും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറയെ കുറിച്ച് പറയുമെങ്കിൽ ഷോമി 15. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമന്റ് സെക്ഷനിൽ ഈ ഇമേജസ് എല്ലാം കണ്ടിട്ട്. ഇനി ബാറ്ററി ലൈഫിലേക്ക് വരുമ്പോൾ 5240 mAh ബാറ്ററിയാണ്. എഗെയിൻ കഴിഞ്ഞ വർഷത്തെ 14നേക്കാളും ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. 90 watt ചാർജിങ് ആണ് വരുന്നത്. 90 watt ചാർജിങ് ലെസ് ദാൻ an hour'ലടുത്ത് ഫുൾ ചാർജ് ആവും. ഇൻഫാക്ട് 45 minutes എന്തോ ആണ് ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ്, 50 watt വയർലെസ് ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് പറയുക നല്ല സോളിഡ് ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത്. ഒരു ദിവസം ഈസിലി ലാസ്റ്റ് ചെയ്യും. നമ്മൾ കോമ്പാക്ട് ഫോം ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു കൺസേൺ എന്താ, കോമ്പാക്ട് ഫോം ഫാക്ടർ ആകുമ്പോൾ ബാറ്ററി ലൈഫും അതേപോലെ കുറയും എന്നുള്ളതാണ്. കാരണം OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി ഒക്കെ ഉണ്ട്, ഇവിടെ 5200 ഉള്ളൂ. ഇത് ഇൻഫാക്ട് സാംസങ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല കപ്പാസിറ്റിയാണ്. സാംസങ്ങിന്റെ S25 Ultra ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ല കപ്പാസിറ്റിയാണ്. അതേപോലെ 90 watt ചാർജർ കൊണ്ട് ചാർജർ ബോക്സിനകത്തുണ്ട് എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. എന്നാൽ ബാറ്ററി ലൈഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ബാറ്ററി ലൈഫ് ഓഫർ ചെയ്തിട്ടുണ്ട്. എഗെയിൻ വളരെയധികം ത്രോട്ടിൽ ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നോർമൽ യൂസേജിൽ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു ഷോമി 15 ഒരു ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. ആദ്യം ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഡിസൈനും നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി, സൂപ്പർ ഡിസ്പ്ലേ ആണ്, അടിപൊളി പെർഫോമൻസ്, എക്സലന്റ് ക്യാമറ സിസ്റ്റമും നല്ല ബാറ്ററി ലൈഫും അതേപോലെ ചാർജിങ്ങും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോൺസ് എന്ന് പറയുക വെച്ചാൽ ആദ്യത്തേത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിള്, എന്താ പറയുക, മന്ത്ലി പാച്ചസിൻ്റെ അപ്ഡേറ്റ് സൈക്കിള് എനിക്കൊന്ന് 3 months ആണ്. അത് ഡെഫിനറ്റ്ലി 1 month ആക്കണം എന്നുള്ളത്, അതായത് മന്ത്ലി അപ്ഡേറ്റ് സൈക്കിളിലേക്ക് വരണം എന്നുള്ളതാണ്. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്നുള്ളതിലേക്ക് ആ ഒരു സൈക്കിളിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺ എന്ന് പറയാവുന്നത്. പിന്നെ എക്സ്ട്രീം ലോഡിൽ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഞാൻ കണ്ടായിരുന്നു. ആ എക്സ്ട്രീം ലോഡ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് വെച്ചാൽ ഹെവി ഗെയിമിങ്ങും ഒരു മണിക്കൂറുകളോളം ഗെയിമിംഗ് കളിക്കുമ്പോഴുള്ള ഒരു ഇതാണ് പറയുന്നത്, അല്ലാണ്ട് നോർമൽ യൂസേജ് അല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമേ ത്രോട്ട്ലിംഗ് ഉള്ളൂ. പിന്നെ മൂന്നാമത് പറയാവുന്ന ലൈക്ക പോർട്രേറ്റ് സിസ്റ്റത്തിൽ ചെറിയ ഇഷ്യൂസ് എനിക്ക് തോന്നി സോഫ്റ്റ്വെയർ, അതൊന്ന് സോഫ്റ്റ്വെയർ ട്യൂണിങ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ്. ബട്ട് ഓവറോൾ 59,999 വിത്ത് കാർഡ് ഓഫേഴ്സ് ഒരു സോളിഡ് പാക്കേജ് എന്ന് പറയാം. കാരണം 14നേക്കാളും വളരെയധികം ഇംപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഷോമി 15. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഷോമി 15 കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ്, നിങ്ങളൊരു ഷോമി 15 യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.